കേരള കോൺഗ്രസ് നേതാവ് ടി.യു. കുരുള അന്തരിച്ചിരിക്കുന്നു. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലാൽ മന്ത്രി നിലയിലടക്കം പ്രവർത്തിച്ച ഒരാളാണ്. എപ്പോഴായിരുന്നു എന്താണ് സംഭവിച്ചത്? കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി.യു. കുരുവിള അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വാർദ്ധക്യ സഹജമായ സുഖത്തെ തുടർന്ന് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. രാത്രി 9:12 മരണം എന്നാണ് കൊച്ചിയിൽ നിന്ന് ലാൽ കൃഷ്ണ റിപ്പോർട്ട് ചെയ്യുന്നത്. കോതമംഗലം എം.എൽ.എയും വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ആയിരുന്നു ടി.യു. കുരുവിള. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവായാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും മുൻ മന്ത്രിയുമായ ടി.യു. കുരുവിള അന്തരിച്ചിരിക്കുന്നു. ലാൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ലാൽ, വിവാദമായി മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടത് ഉൾപ്പെടെയുള്ള ചരിത്രം അദ്ദേഹത്തിനുണ്ട്. എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് മറ്റു വിവരങ്ങൾ? ഈ മാസം 12-ാം തീയതിയാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ടി.യു. കുരുളയെ പ്രവേശിപ്പിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 9:12 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. 2 ടൈമായിട്ട് കോതമംഗലത്തിന്റെ എം.എൽ.എ ആയി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ആ ടൈമിൽ തന്നെയാണ് വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ചേർന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ടി.യു. കുരുള മന്ത്രിയായിട്ട് പ്രവേശിക്കുന്നത്. അതായത് പി.ജെ. ജോസഫിനെതിരെ വിമാനയാത്രക്കിടെയുണ്ടായ ലൈംഗിക ആരോപണത്തെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും പകരം അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ടി.യു. കുരുളയെ മന്ത്രിയായി നിയോഗിക്കുകയാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ ടി.യു. കുരുളയ്ക്കെതിരെയും സമാനമായ രീതിയിൽ, സമാനമായതല്ല, ഒരു ആരോപണം ഉണ്ടാവുകയായിരുന്നു. അത് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ പുറത്ത് ടി.യു. കുരുള രാജിവെച്ച് പകരം മോൻസ് ജോസഫ് മന്ത്രിയായി തിരിച്ചു കയറുകയുമാണ് ഉണ്ടായത്. ഇതിനുശേഷം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി അദ്ദേഹം ഇടപെട്ടു. തൊട്ടു പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ UDF പക്ഷത്തേക്ക് പോയ ടി.യു. കുരുള കോതമംഗലത്ത് നിന്ന് പരാജയപ്പെടുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം ശ്രദ്ധേയമായ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായിരുന്നു. പഠിക്കുന്ന കാലം മുതൽ തന്നെ കേരള കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി നിലനിന്നിരുന്നതിന് പ്രത്യേകത കൂടിയുണ്ട്. കോതമംഗലത്തിലെ ഊഞ്ഞാപ്പാറയ്ക്ക് സമീപമാണ് അദ്ദേഹത്തിന്റെ സ്വവസതിയുള്ളത്. രാഷ്ട്രീയ രംഗത്ത് ചെറുപ്പകാലം മുതൽ തന്നെ സജീവമായിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ബിരുദധാരിയായ ടി.യു. കുരുള കാർഷിക മേഖലയിലൂടെയാണ് വളർന്നു വരുന്നതും പ്രവർത്തന രംഗത്തേക്ക് സജീവമാകുന്നതും. തുടർന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമായി വരികയായിരുന്നു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് കേരള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെല്ലാം തന്നെ എത്തിയിരുന്നു. അവശനായിരുന്നു അദ്ദേഹം എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. 12-ാം തീയതി ആശുപത്രിയിൽ എത്തിയത് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മറ്റു മാറ്റങ്ങളൊന്നുമില്ലാതെ, പുരോഗതിയില്ലാതെ തുടരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിൽ നിന്ന് മാറ്റം നേരിയ പുരോഗതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് അത് മരണത്തിലേക്ക് കിടക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹം ശ്രദ്ധേയമായ കാര്യങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോതമംഗലം മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും ആരംഭിച്ചു എന്നതിന് പുറമെ സംസ്ഥാനത്തെ റോഡുകൾ കൂടുതൽ റബ്ബറൈസ്ഡ് ആക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളും ടി.യു. കുരുള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് പൂർത്തിയാക്കിയതും വിഭാവനം ചെയ്തതും എന്നൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിന് എടുത്തു പറയേണ്ടതുണ്ട്. കോതമംഗലം മണ്ഡലത്തിൽ മിനി ക്രിക്കറ്റ് സ്റ്റേഡിയം, അതോടൊപ്പം തന്നെ നഗരവികസനത്തിന് വിവിധ പദ്ധതികൾ, KSRTCയുടെ സജീവമായ പുരോഗതി എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ സമുദായ മേഖലയിലും, പ്രത്യേകിച്ച് ഷെവലിയാർ പട്ടമടക്കം ലഭിച്ച ഒരാളാണ്. സാമുദായിക സംഘടനകൾക്കിടയിലും വലിയ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു ടി.യു. കുരുവിള എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ്, അതായത് 9:15 ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ വെച്ച് നടന്നിരിക്കുന്നത്. ഇനി ഭൗതിക ശരീരം സ്വദേശമായ കോതമംഗലത്തേക്ക് കൊണ്ടുപോകും. അത് നാളെ രാവിലെയാണ് ഉണ്ടാവുക എന്നറിഞ്ഞു. പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വരുന്നതേയുള്ളൂ. ശരി. മുൻ മന്ത്രിയും കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ ടി.യു. കുരുവിള അന്തരിച്ചിരിക്കുന്നു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. തുടർന്ന് വിവാദങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടതായും വന്നിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുഖമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.